ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. May the name of the Lord be glorified. വീണ്ടും ചില നാളുകൾക്ക് ശേഷം തിരുവചനവുമായിട്ട് നിങ്ങളുടെ മധ്യത്തിൽ നിൽക്കുവാൻ തക്കവണ്ണം ഇളിയവനായിരിക്കുന്ന അടിയനെ ദൈവം ബലപ്പെടുത്തിയോർത്ത് കൃപ തന്നോർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. After a few seasons, the Lord has given our dear brother to stand before the congregation with the word of God, and for which he thanks the Lord. ആദ്യമായിട്ടാണ് ഒരു പൈലറ്റായ സഹോദരനെ അടുത്ത് കാണാൻ തക്കവണ്ണം ഇടയായത്. It is the first time that a pilot is that our brother can see close by. കാരണം അടുത്തുകൂടാത്ത അകത്തിരുന്ന് ഇരിക്കുന്നവരാണല്ലോ അവര്. They are sitting so close, but you cannot go near to them. വലിയ സന്തോഷം തോന്നുന്നു ആ കാര്യത്തിൽ. For that reason, God is joyful. ഞാനിപ്പോഴും ഓർക്കുകയാണ്, ഒരു ഏകദേശം 12-13 വയസ്സുള്ളപ്പോഴാണ് ആദ്യമായിട്ട് സൈക്കിൾ ഓട്ടാൻ പഠിച്ചത്. It is when he was 12 years of age that he learned bicycling. അത് വലിയ സന്തോഷമായിരുന്നു ജീവിതത്തിൽ. For him that was a great joy. പലപ്പോഴും ചവിട്ടി ശ്രമിക്കുമ്പോൾ വീണ് കൈയും കാലും എല്ലാം പൊട്ടിയിട്ടുണ്ട്. Many times he fall from the bike and had scratched his legs. എന്നാൽ കുറച്ചു ദൂരം വീഴാതെ ഓടിച്ചപ്പോൾ വലിയ സന്തോഷമായിരുന്നു. And for some time when he was not falling and going continually, that was a great joy. അന്ന് ചിന്തിച്ചിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ ഈ പ്ലെയിനൊക്കെ പറപ്പിക്കുന്നവർ എത്ര വലിയവരായിരിക്കും. At that time he thought about those who are flying the flight, how great that would be. ഏതാനും പ്രിയ സഹോദരനെ കാണുവാനും പരിചയപ്പെടുവാനും ഇടയായതോർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. He is joyful and his heart is delighted to see Jake here. തീർച്ചയായും പ്രിയപ്പെട്ട സഹോദരനെ ഓർത്ത് പ്രാർത്ഥിക്കാൻ തക്കണം നാം കടപ്പെട്ടവരാണ്. We are responsible to pray for our dear brother. ദൈവവചനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. Let us come to the word of God. വേർപെട്ട വിശ്വാസികളെ തിരുവനന്തപുരം പുതുതായിട്ടൊന്നും പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. Those who are separated and children of God, we do not need to teach them anything new. അതിനുള്ള കഴിവും പ്രാപ്തിയും എനിക്കില്ല എന്നുള്ളത് ഞാൻ ഓർക്കുകയാണ്. Dear brother is expressing that he is not capable of doing so. ദൈവവചനം വളരെ ആധികാരികമായിട്ടും അതിന്റെ ആഴത്തിലും പഠിക്കുന്നവരാണ് വേർപെട്ട ബ്രദറൻ വിശ്വാസികൾ എന്നുള്ളത് നമുക്ക് അവർക്ക് അറിയാവുന്നതാണ്. We all understand that the brethren believers are the ones who study the word of God very deeply. അത് അങ്ങനെ പറയുമ്പോൾ തന്നെ ഈ കാലയളവിൽ അതങ്ങനെ തന്നെയാണോ എന്നുള്ളത് നമ്മൊന്ന് വിചിന്തനം ചെയ്യേണ്ട ആവശ്യമുണ്ട്. Even though we say the very same thing, we ought to consider it these days. മത്തായി സുവിശേഷം 5:18 വാക്യം വായിക്കുമ്പോൾ തിരുവചനത്തിൻ്റെതായിരിക്കുന്ന ആധികാരികത നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. When you come to the book of Matthew's Gospel, chapter 5 and verse 18, it speaks about the authority of the word of God. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകും വരെ സകലവും നിവൃത്തിയാകുവോളം ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാൾ ഒഴിഞ്ഞു പോകുകയില്ല. For assuredly I say to you, till heaven and earth pass away, one jot or one tittle will by no means pass from the law till all is fulfilled. അതങ്ങനെ തന്നെ നാം വിശ്വസിക്കുന്നവരാണ്. We believe just according to that. അതുകൊണ്ട് തിരുവചനം തലനാരിഴ കീറി പഠിക്കുവാൻ തക്കവണ്ണം നാം ബന്ധപ്പെടാറുണ്ട്. നമ്മുടെ പിതാക്കന്മാർ നമ്മൾ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്. And so for that reason ourselves and our forefathers spent enough time to read and study the scriptures. അതുകൊണ്ട് നാം ഉദ്ധരിക്കുന്ന വാക്യങ്ങളിൽ അല്പമെങ്കിലും തെറ്റ് വന്നാൽ നമ്മുടെ പിതാക്കന്മാർ തിരുത്തുക പതിവായിരുന്നു. And so for that reason, if there was any mistake, our forefathers make sure they correct us. കഴിഞ്ഞ നാളുകളിലെ കുടുംബ പ്രാർത്ഥനയിൽ കുഞ്ഞുങ്ങൾ വേദോത്സവം വായിക്കുമ്പോൾ അല്പം തെറ്റിയാൽ ഉടനെ പിതാക്കന്മാർ അങ്ങനെയല്ല എന്ന് പറഞ്ഞ് തിരുത്തുന്ന അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. In those days, our fathers and forefathers, what they do at the family altar when we read the Bible, and when there is a mistake, if anybody read the Bible by mistake, wrong way, it would have been, they will always correct it. ഇന്ന് തിരുത്തുന്നത് പോയിട്ട് പല ഭവനങ്ങളിലും കുടുംബ പ്രാർത്ഥന പോലും ഇല്ലാത്ത അവസ്ഥയിലാണ്. Today there is not only that there is no correction, many families lack the family altar. അതിന്റെ പോരായ്മകൾ നമ്മുടെ കുടുംബങ്ങളിലേക്ക് വന്നു കയറിക്കൊണ്ടിരിക്കുന്നു. And the lack of that, all the infirmities are coming into our families. അതുകൊണ്ട് തന്നെ പല വാക്യങ്ങളും തെറ്റായി ഉദ്ധരിച്ചിട്ടും അതിന്റെ തെറ്റ് മനസ്സിലാക്കൊണ്ടാക്കണം പലപ്പോഴും പലർക്കും കഴിയുന്നില്ല. And so when these verses are quoted wrong, no one is even able to understand that problem. കത്തോലിക്കരായിരിക്കുന്ന വിശ്വാസി വ്യക്തികളുമായി നാം സംസാരിക്കുമ്പോൾ ഒരു വാക്ക് വളരെ തെറ്റായി അവർ ഉദ്ധരിക്കുമ്പോൾ നാം തിരുത്താറുണ്ട്, പ്രത്യേകിച്ച് സുവിശേഷ ഘോഷണത്തിൽ പങ്കെടുക്കുന്നവർ. And those who are in the evangelistic ministries, when Catholic quote the Bible in a different way, we always correct them. മത്തായി സുവിശേഷം 16:18 വാക്യത്തിൽ പറയുന്നത്, പത്രോസേ നീ പാറയാവുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയുമെന്നാണ് കത്തോലിക്കർ പറയുന്നത്. In Matthew's Gospel chapter 16 and verse 18,
they say that on this rock I will build my church. മലയാളത്തിൽ അങ്ങനെയാണ്. അത് നമുക്ക് ഏവർക്കും അറിയാം. നീ പത്രോസ് ആകുന്നു, ഈ പറമ്പിൽ ഞാൻ എൻ്റെ സഭയെ പണിയും. In Malayalam it says that you are Peter, and on this rock that I will build my church. അത് നമുക്ക് ഏവർക്കും അറിയാവുന്ന വിഷയമാണ്. We know that, we all understand that very well. എന്നാൽ പ്രിയപ്പെട്ടവരെ, കത്തോലിക്കർക്ക് ഈ ഒരു ഭാഗം മാത്രമേ തെറ്റാറുള്ളൂ. And Catholics have this particular verse being the way that say is wrong. ബ്രദറൻ വിശ്വാസികൾക്ക് ഒരുപാട് വാക്യങ്ങൾ തെറ്റുന്നു എന്നുള്ളത് വളരെ ഒരു വിരോധാഭാസമായിട്ട് തോന്നിപ്പോവുകയാണ്. Perhaps it will be contrary to say that many of the brethren people are quoting the verse wrongly. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ മാത്രം ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. Just a couple of examples I want to share with you. ഒരുപക്ഷെ മലയാളം വേദവസ്തു ഉപയോഗിക്കുന്നവർ മാത്രമായിരിക്കാം ഇത് അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. Perhaps those who are using the Malayalam Bible, they for their attention this comes to. നമ്മൾ പലപ്പോഴും ഉദ്ധരിക്കുന്ന ഒരു വാക്യമാണല്ലോ, ചിലർ ചെയ്യുന്നത് പോലെ സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കാതെ. നമുക്കടുത്തൊന്ന് വായിക്കാം. അങ്ങനെ ഒരു വാക്ക് വേദവസ്തുണ്ടെന്ന് നോക്കാം. Let's go and read that verse. നമ്മൾ സാധാരണ അനേക പുൽപിറ്റുകളിൽ ആ വാക്ക് അങ്ങനെയാണ് വായിച്ച് കേട്ടിരിക്കുന്നത്. Many times we read it that way. എബ്രായലേഖനം 10 അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം. Hebrews chapter 10 and verse 24. കിട്ടിയവരാരെങ്കിലും ഒന്ന് വായിച്ചാട്ട് ആ വാക്യം അങ്ങനെയാണോ എന്നുള്ളത്. ചിലർ ചെയ്യുന്നത് പോലെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട്, അങ്ങനെയാണ് ആ വാക്യം അവിടെ എഴുതിയിരിക്കുന്നത്. എന്നാൽ വളരെ കോമൺ ആയിട്ട് നാം ഉപയോഗിക്കുന്നത് സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കാതെ എന്നുള്ളതാണ്. അങ്ങനെ ഒരു വാക്ക് അവിടെ ഇല്ല എന്നുള്ളത് നാം ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു വിഷയമാണ്. In Malayalam there is a little different and we have to be careful and understand that. രണ്ടാമത് ഒരു ഉദാഹരണം കൂടെ ഞാൻ കാണിക്കാൻ ആഗ്രഹിക്കുന്നു. മൂട ഈ രാത്രിയിൽ നിന്റെ ആത്മാവിനെ ചോദിച്ചാൽ എന്നാണ് പലപ്പോഴും നാം കേൾക്കുന്നത്. നമ്മുടെ സൗരങ്ങൾ തന്നെ, നമ്മുടെ സുവിശേഷന്മാർ തന്നെ പ്രസംഗിക്കുമ്പോൾ അങ്ങനെയാണ് പറയുന്നത്. എന്നാൽ അങ്ങനെ ഒരു ഭാഗം അവിടെ ഇല്ല. മൂട ഇന്ന് രാത്രി നിന്റെ ആത്മാവിനെ ഞാൻ നിന്നോട് ചോദിക്കും. കാരണം അവൻ്റെ ജീവിതം അവിടെ അവസാനിച്ചു കഴിഞ്ഞു. ചോദിച്ചാൽ എന്ന് പറയുമ്പോൾ കർത്താവിന് വേണമെങ്കിൽ വീണ്ടും അവസരമുണ്ട്, അവന് വേണമെങ്കിൽ നീട്ടിക്കൊടുക്കാനുള്ള അവസരമുണ്ട്. എന്നാൽ അങ്ങനെ ഒരു വാക്കല്ല അവിടെ കാണുന്നത്. മൂട ഇന്ന് രാത്രി നിന്റെ ആത്മാവിനെ ഞാൻ നിന്നോട് ചോദിക്കും എന്നാണ് അവിടെ പറയാൻ കഴിയുന്നത്. പിന്നെ മൂന്നാമായിട്ട് മക്കൾ യഹോവ തരുന്ന ദാനം എന്നാണ് പലപ്പോഴും നാം പറയുന്നത്. അല്ല, മക്കൾ യഹോവ തരുന്ന അവകാശം. അങ്ങനെ പ്രിയപ്പെട്ട ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. നാം പലപ്പോഴും വാക്യങ്ങൾ തെറ്റായിട്ട് ഉദ്ധരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന അനേക കാര്യങ്ങളുണ്ട്. നാം വളരെ ശ്രദ്ധാപൂർവം കുറേ വേല വിശ്വാസികളെ പോലെ പ്രസംഗിക്കുന്നവരാണെങ്കിലും അവർ പറയുന്ന വാക്യങ്ങൾ അങ്ങനെ തന്നെ വാക്യത്തിലുണ്ടോ എന്നുള്ളത് നാം നോക്കേണ്ട ഒരു കാര്യമാണ്. Many times there are verses that are in the Bible that we misquote or we think that is the way the verses are, but we need to pay attention to the word. And also in the word of God it says the believers in Beroa, they always checked back the word of God and making sure it is true. പ്രിയപ്പെട്ടവരെ, ആ നിലയിൽ വേദവസ്തുവിലെ ആധികാരികതയിലേക്ക് നാം ഇറങ്ങിപ്പോയി ദൈവത്തിനെ കൈകാര്യം ചെയ്യാൻ തക്കണം. ദൈവം നമ്മെ ഒക്കെ സഹായിക്കുമാറാകട്ടെ. May the grace of God help us to study the word in a very proper way. അല്പസമയത്തെ വിചിന്തനത്തിന് വേണ്ടി കൊലോസ്യ ലേഖനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. For a short time meditation, let us come to the book of Colossians. അതിന്റെ 1-ാം അധ്യായത്തിന്റെ 9 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. Colossians chapter 1 and verses 9 onwards. 9 തൊട്ട് 13 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ ചിന്താ വിഷയം. Chapter 1 verses 9 to 13 is the topic that we want to share. സമയം നമ്മുടെ മുമ്പിൽ വളരെ പരിമിതമായതുകൊണ്ട് വാക്യങ്ങളെല്ലാം വായിക്കാൻ തക്കണം ഞാൻ ആഗ്രഹിക്കുന്നില്ല. Because of the lack of time, we are not going to read all verses. അപ്പോസ്തലനായിരിക്കുന്ന പൗലോ കൊലോസ്യയിലുള്ള ദൈവജനത്തിന് ഈ ലേഖനം എഴുതുകയാണ്. Paul the apostle is writing this letter to the saints in Colossae. അപ്പോസ്തലനായ പൗലോസ് ഒരിക്കലും കൊലോസ്യയിൽ കടന്നുപോയി പ്രവർത്തിച്ചിട്ടില്ല. Paul has never had gone to this place and worked there. അവിടെ എങ്ങനെയാണ് സ്ഥലസഭ രൂപീകരിക്കപ്പെട്ടത് എന്നുള്ള വ്യക്തമായിരിക്കുന്ന ഒരു ചിത്രം നമുക്ക് ലഭിച്ചിട്ടില്ല. And we have no clear picture of how the gospel was presented there and the assembly was formed there. എന്നാൽ ദൈവത്തെ അദമ്യമായി സ്നേഹിക്കുന്ന ഒരു കൂട്ടം വിശ്വാസികൾ ആ ദേശത്തുണ്ടായിരുന്നു. But there were a group of people who truly loved the Lord was there. അവരെ സ്നേഹിക്കുന്നതായിരിക്കുന്ന പൗലോസ് അവർക്ക് ആ സ്നേഹത്തിന്റെ പ്രതീകമായി അവർക്ക് ലേഖനം എഴുതുകയാണ്. And Paul, who loves these people, and as a receipt of that, he is writing this epistle to them. ആ സ്ഥലസഭയിലേക്ക് ദുരുപദേശങ്ങൾ കടന്നു വരുവാൻ ഇടയായി തീർന്നു. The wrong teachings had crept into that assembly. ആ ദുരുപദേശങ്ങൾക്കെതിരെ ശക്തമായി നിൽക്കുവാൻ കൊലോസ്യയിലെ ദൈവജനത്തെ അപ്പോസ്തലനായ പൗലോസ് ദൈവാത്മാവിനാൽ പ്രേരിപ്പിക്കുകയാണ്. By the power of the Holy Spirit, Paul is encouraging these brethren to stand against the wrong teachings. അങ്ങനെ എഴുതുന്ന ലേഖനമാണ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം. And such is the letter that is the letter to Colossians. ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട്
വേണം നാം ആ ഭാഗം ചിന്തിക്കുവാണ്ടാക്കണം. We have to meditate this scripture portion with standing on that background. പൗലോസ് എന്ന് പറയുന്ന ആ വ്യക്തിയുടെ വ്യക്തിവിശേഷത്തെ കുറിച്ച് പലപ്പോഴും നാം കേൾക്കാറുണ്ട്. Many times we hear about the very character of Paul the apostle. ലാസ്റ്റ് ഫ്രൈഡേ പ്രിയ സാങ്കുട്ടിച്ചാൻ കരയുന്ന പൗലോസിനെ കുറിച്ച് പറയുവാണ്ടാക്കണം ഇടയായി തീർന്നു. And last Friday, brother Sangujan was saying about the crying Paul. പൗലോസ് വ്യത്യസ്തമായ സ്ഥാനങ്ങളിലെ അനേകർക്ക് വേണ്ടി വ്യത്യസ്തമായി കരയുന്നത് അവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞ വിഷയമാണ്. And we are able to see that they are crying for the many, and we are able to find that there. ഇവിടെ പൗലോസ് പ്രാർത്ഥിക്കുന്നവനായിട്ടാണ് നാം കാണുന്നത്. Here we find Paul being a person who's praying. പൗലോസിന്റെ ജീവിതം ആരംഭിക്കുന്നത് പ്രാർത്ഥനയാലാണ്. The very life of Paul begins with a prayer. അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. In the book of Acts chapter 9 we find it there. അനന്യാസിനോട് കർത്താവ് വിളിച്ചു പറഞ്ഞു, നീ ഈ ശൗലിന്റെ അടുക്കിലേക്ക് ചെല്ലണമെന്ന്. The Lord has spoken to Ananias and asked him to go and see Saul. അനന്യാസ് കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ഞാൻ എങ്ങനെയാണ് ശൗലിന്റെ അടുക്കൽ ചെല്ലുന്നത്? അവൻ യെരൂശലേമിലുള്ളവർക്ക് ചെയ്ത ദോഷത്തെക്കുറിച്ച് നമുക്ക് ഏവർക്കും അറിവുള്ളതാണല്ലോ. Ananias was speaking back to the Lord and said, how will I approach this man? He is doing persecution to the children of God in Jerusalem, and how will I approach him? ഉടനെ കർത്താവ് അനന്യാസിനോട് പറഞ്ഞ ഉത്തരം, അവൻ പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ്. But the Lord said that he is a man of prayer. അങ്ങനെ പ്രാർത്ഥനയാലാണ് അപ്പോസ്തലനായ പൗലോസ് തന്റെ ജീവിതം ആരംഭിച്ചത്. So with the prayer, Apostle Paul began his Christian journey. പൗലോസിന്റെ ജീവിതത്തിൽ പ്രാർത്ഥന അഭംഗുരം തുടർന്നുകൊണ്ടിരുന്നു. And in his journey, he continued his life with prayer. ലോകം കണ്ടിട്ടുള്ളതിലേക്കും ഏറ്റവും വലിയൊരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്. Apostle Paul was a man who the world, he is the one who has a person who had been praying all the time. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യായുസിൽ ചെയ്യുവാൻ തക്കണ കഴിവിനേക്കാൾ അപ്പുറത്ത് ദൈവത്തിനെ പൗലോസിനെ കൊണ്ട് ചെയ്യിപ്പിക്കുവാൻ തക്കണ ഇടയായി. And for that reason, Paul was able to do many things that one could not have finished in his own lifetime. ഇവിടെയും അത് തന്നെയാണ് നമുക്ക് കാണുവാൻ തക്കണ കഴിയുന്നത്. Here we find the same thing here. അതിന്റെ 9-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. Let's read verse 9 of chapter 1 of Colossians. അതുകൊണ്ട് ഞങ്ങൾ അത് കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ പ്രാർത്ഥിക്കുന്നു. For this reason we also, since the day we heard it, do not cease to pray for you. ഇടവിടാതെ പ്രാർത്ഥിക്കുന്ന പൗലോസിനെ നമുക്ക് കണ്ടെത്താം. Here we can find Paul who is continuously praying. 2 കൊരിന്ത്യർ നാം വായിക്കുമ്പോൾ പൗലോസിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ അവിടെ പൗലോസ് തന്നെ വിവരിച്ചിട്ടുണ്ട്. In 2 Corinthians we can find the problems that Paul has faced in his life has been is explained there. ആ പീഡനങ്ങളുടെ മധ്യത്തിൽ സകല സഭകളെയും കുറിച്ചുള്ള അതിയായ ഭാരവും തന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. Among all the persecutions that he endured, he also had the burden concerning his brethren. ഇതിന്റെ ഒക്കെയും മധ്യത്തിൽ ഇടവിടാതെ പ്രാർത്ഥിക്കുവാനും പൗലോസിന് കഴിഞ്ഞു എന്നുള്ളതാണ്. In the middle or in the midst of all this, Paul was continuously praying. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് തടസ്സമായി നാം പറയുന്നത് നാം വളരെ തിരക്കുള്ളവരാണെന്നുള്ളതാണ്. Many times we say that we are not able to pray because we are very busy. എന്നാൽ നമ്മേക്കാൾ ആരെക്കാളും തിരക്കുള്ള വ്യക്തിയായിരുന്നു പൗലോസ്. But Paul was a man who was a much busier person than any one of us. എന്നാൽ പൗലോസിന് ഇടവിടാതെ പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഇടയായി. Paul was able to pray continuously. അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ, നമുക്കും ഇടവിടാതെ പ്രാർത്ഥിക്കാൻ തക്കവണ്ണം കഴിയും. And if that is true, that we also can pray continuously. ദൈവസന്നിധിയിൽ നാം അത്രമാത്രം സമർപ്പണമുള്ളവരാണെങ്കിൽ ദൈവത്തിന് നമ്മെ കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യിപ്പിക്കുവാനും കഴിയും. And if we can submit ourselves, then the Lord can bless our life. കൊലോസ്യ ദൈവജനത്തെ ഓർത്തുകൊണ്ട് പൗലോസ് പ്രാർത്ഥിക്കുകയാണ്. Paul is remembering the people in Colossae and praying for them. ആ പ്രാർത്ഥനയിൽ ആ ദൈവജനത്തിന്റെ മധ്യത്തിൽ ഉണ്ടാകേണ്ട 4 കാര്യങ്ങളെ കുറിച്ച് പൗലോസ് പറയുന്നുണ്ട്. And concerning there are 4 things that are being mentioned. പൗലോസിന്റെ പ്രാർത്ഥനകൾ പഠിക്കുന്നത് വളരെ നല്ലതാണ്. It is good to study the prayer of Paul. തന്റെ പ്രാർത്ഥനയിൽ അനേക പുതിയ നിയമ ഉപദേശങ്ങൾ അടങ്ങിയിരിപ്പുണ്ട്. Even in the prayer that he prays, I have a lot of New Testament teachings. താൻ കേവലം ചില ഭൗതിക അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയല്ല പ്രാർത്ഥിച്ചത്. He was never praying for material blessings. സ്വർഗീയ മർമ്മങ്ങൾ തന്റെ സഭയ്ക്ക് തന്റെ ജനത്തിന് മനസ്സിലാക്കി കൊടുക്കുവാൻ തക്കവണ്ണം സ്വർഗീയമായിരിക്കുന്ന വിഷയങ്ങളിലാണ് പൗലോസിന്റെ പ്രാർത്ഥന കേന്ദ്രീകരിച്ചിരുന്നത്. And in the matter of Paul's prayer was focused on to the things in heaven. ഈ പ്രാർത്ഥന നമുക്കൊന്ന് ചിന്തിക്കാം. Let us consider this prayer. അതിന്റെ 10-ാമത്തെ വാക്യം നമുക്ക് പ്രാരംഭമായിട്ടൊന്ന് വായിക്കാം. Let us read the first portion of verse 10. That നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാകും വണ്ണം നടന്ന് ആത്മീയമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ വിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരയണം എന്നും സകല സൽപ്രവൃത്തിയിലും
ഫലം കാഴ്ച ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണം എന്നും. ആ പ്രാർത്ഥന അങ്ങോട്ട് തുടരുകയാണ്. That prayer is continuing like that. 4 കാര്യങ്ങളാണ് ഈ പ്രാർത്ഥനയിൽ പൗലോസ് അപേക്ഷിക്കുന്നത്. There are 4 things that Paul is appealing here. ഒന്ന്, നിങ്ങൾ നിറഞ്ഞു വരണം. First of all, you should be full. ഒന്ന്, നിങ്ങൾ വളരണം. That you need to be growing. മൂന്നാമത് ബലപ്പെടണം. And then you need to be strengthened. നാലാമത് സ്തോത്രം ചെയ്യണം. And then you need to praise God. ഈ 4 കാര്യങ്ങൾ കൊലോസ്യയിലുള്ള ദൈവജനത്തിന്റെ മധ്യത്തിൽ നടക്കുവാണ്ടാക്കണം പൗലോസ് പ്രാർത്ഥിക്കുന്നു, പൗലോസ് അപേക്ഷിക്കുകയാണ്. And Paul is requesting that all these 4 things to happen in that church. പ്രാരംഭമായിട്ട് നിറഞ്ഞു വരണം എന്നുള്ള വിഷയം നമുക്ക് ചിന്തിക്കാം. Being filled, let us look that portion first. വിശ്വാസികളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഒരു നിറവിന്റെ അനുഭവം ഉണ്ടായിരിക്കണം. We should have the experience of increasing. ഒരു നിറവിന്റെ അനുഭവത്തിൽ വേണം നാം ജീവിക്കുവാനായിട്ട്. And we need to be in a situation of increasing. നമ്മുടെ ജീവിതങ്ങളെ കണ്ടു കഴിഞ്ഞാൽ, When if someone see our life, നമ്മുടെ മുഖത്തൊന്ന് നോക്കി കഴിഞ്ഞാൽ, if someone sees our face, നമ്മളുമായി ചില സംസാരിച്ചാൽ, if somebody talks with us, ഒരു ആത്മീയ നിറവിന്റെ അനുഭവം നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടായിരിക്കണം. there should be the experience of the filling of the Holy Spirit in us. പലപ്പോഴും സഹോദരങ്ങൾ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ കിട്ടുന്ന ഉത്തരം എങ്ങനെയാണ്? Many times when you ask how are you brother, what would be the reply? ഓ, അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു സഹോദര എന്ന നിരാശയോടുള്ള വാക്കുകളാണ് പലപ്പോഴും കേട്ടിരിക്കുന്നത്. Desperately they say, oh, just going on. ശരിയാണ്, ഈ ലോക ജീവിതം നമ്മെ നിരാശപ്പെടുത്താനുള്ള സാഹചര്യത്തിലാണ്. It is true that the life in this world perhaps discourages us. എന്നാൽ പ്രിയ സഹോദരങ്ങളെ, നാം ആയിരിക്കുന്ന സ്വർഗീയ സ്ഥാനം, സ്വർഗീയമായ അനുഭവം നാം എപ്പോഴും ഓർത്തിരിക്കേണ്ടവരാണ്. But as we are in this world, we ought to remember the heavenly experience that we are going to experience. ആ നിലയിൽ ഒരു ആത്മീയ നിറവിന്റെ അനുഭവം നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടായിരിക്കേണ്ട ആവശ്യകതയുണ്ട്. So in that regard, we should have the experience of the filling of the Holy Spirit. ഇവിടെ നാം നിറയേണ്ട 2 വിഷയങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. There are 2 things that are mentioned here. ആത്മീയമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനത്തിലും നാം നിറഞ്ഞു വരണം. And we need to be fruitful in every good work and increasing for the knowledge of God. ഈ 3 വിഷയങ്ങളാണ് പൗലോസ് കൊലോസ്യരോട് പറയുന്നത്. And these are the 3 things that Paul is saying to the children of Colossae. നിങ്ങളുടെ ജീവിതങ്ങളിൽ സ്വർഗ്ഗത്തെ ആത്മീയ സകല ജ്ഞാനത്തിൽ നിറഞ്ഞു വരണം. That you should be having the increasing of the knowledge of God. ആത്മീയമായ വിവേകത്തിൽ നിങ്ങൾ നിറഞ്ഞു വരണം. That you need to be discerning and having the knowledge of God. സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ പരിജ്ഞാനത്തിന്റെ ഇഷ്ടം, ആ ഇഷ്ടത്തിൽ ദൈവഹിതത്തിൽ നിങ്ങൾ നിറഞ്ഞു വരണം. And in that you should be increasing and be fruitful of the desire of the God of heaven. ആ നിറവിൽ മുന്നോട്ട് പോകുവാനാണ് പൗലോസ് ആഗ്രഹിക്കുന്നത്. Paul is desiring to go forward in that regard. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഈ നിറവിന്റെ അനുഭവം നമുക്ക് അവകാശപ്പെടുവാൻ കഴിയുമോ? Dear ones, can we claim that in our Christian life? സ്വർഗ്ഗത്തിലെ ആത്മീയ ജ്ഞാനത്താൽ നിറയപ്പെടുവാൻ നാം എത്ര വാഞ്ചിതരായി തീരാറുണ്ട്. How much we desire to be growing in the knowledge that is in heaven. നമുക്കറിയാം, നാം നമ്മുടെ ആയുസിന്റെ ഒരു വലിയ പങ്ക് ഈ ലോകത്തിന്റെ കാര്യങ്ങൾ പഠിക്കുവാൻ നാം മാറ്റിവെച്ചവരാണ്. Many times we separate our own lives to learn the things of this world. നാം നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതിൽ വലിയ പരിഗണന മുന്തിയ പരിഗണന കൊടുക്കുന്നവരാണ്. We give greater priority for our children's education. അത് ആവശ്യമാണ്, ഒരിക്കലും അതിനെ ഞാൻ നിരാകരിക്കുന്നില്ല. It is needed and we are not opposing that. എന്നാൽ അപ്പോഴൊക്കെ നാം ഓർത്തിരിക്കേണ്ട ഒരു വലിയ വിഷയം, ആ ജ്ഞാനമെല്ലാം ഒരു ദിവസം അവസാനിക്കുന്നതാണ്. And what I want to remind you is that all those knowledge that the world gives us is going to end on one day. ഈ ലോകത്തിന്റെ ജ്ഞാനം എത്രമാത്രം നാം നമ്മിലേക്ക് ആവഹിച്ചാലും നമ്മുടെ മരണത്തോടുകൂടി അതെന്നേക്കുമായി അവസാനിക്കുകയാണ്. The knowledge that we acquire from this world will finish at the day of our death. എന്നാൽ സ്വർഗ്ഗത്തിലെ ദൈവം നമുക്ക് തരുവാൻ ആഗ്രഹിക്കുന്ന സ്വർഗീയ ജ്ഞാനം അതൊരിക്കലും അവസാനിക്കുന്നില്ല, സ്വർഗ്ഗത്തിൽ സ്ഥിരമായിരിക്കുന്ന വിഷയമാണ്. And the knowledge of God that we receive from Him is not going to end, but it is reserved and kept in heaven. പ്രിയപ്പെട്ടവരെ, അത് നമുക്ക് സ്വീകരിക്കുവാൻ നമുക്ക് അവഹിപ്പാൻ നാം കൂടുതൽ പ്രയത്നം ചെയ്യേണ്ടതാണ്. Dear ones, we need to work more harder so that we can keep that as our possession. അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനത്തിലും വിവേകത്തിലും നാം നിറഞ്ഞവരായിട്ട് ജീവിക്കേണ്ടവരാണ്. That we need to live according to His desire and for His knowledge, that we need to live in this world. ദൈവമക്കൾക്ക് വളരെ ഉണ്ടായിരിക്കേണ്ട ഒരു വിഷയമാണ് വിവേകം എന്ന് പറയുന്നത്. For the children of God, we need to have this great knowledge. ദൈവസഭയിൽ വിവേകത്തോട് ഇടപെടുകയും വിവേകത്തോടുകൂടി സംസാരിക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള വിഷയമാണ്. In the church of God, that we need to be discerning and to show maturity in the church of God. അനേക സ്ഥലസഭകളിൽ ആത്മീയമായിരിക്കുന്ന പതനത്തിന് കാരണമായി തീർന്നത് വിവേകത്തോടുകൂടി ഇടപെടാത്ത നിമിത്തമാണ്. Many churches are being divided for the
fact that they are not able to discern and to respect each other. ഇവിടെ പൗലോസ് കൊലോസ്യ ദൈവത്തോട് പറയുകയാണ്, ആത്മീയമായ വിവേകം നിങ്ങളിൽ നിറഞ്ഞു വരണം. It says, Paul is saying to the church in Colossae that they need to be knowing and they need to be increasing in the knowledge of God. ഈ നിറവിൽ ജീവിക്കുന്ന വ്യക്തികൾ കൂടുന്ന സ്ഥലസഭയ്ക്ക് വലിയൊരു വ്യതിയാനം ഉണ്ടാവും. If a church is following this principle in their life, such church will have a great change. അങ്ങനെയുള്ള സ്ഥലസഭകൾ പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കും. Such churches will grow from the increase to the increase. അങ്ങനെയുള്ള സ്ഥലസഭകൾ ആ ദേശത്ത് വലിയൊരു ഇളക്കമുണ്ടാക്കും, ചലനമുണ്ടാക്കും. Such churches will produce such blessings in the places where they are. അങ്ങനെയുള്ള സ്ഥലസഭകൾ അനേകരെ ആകർഷിക്കുവാൻ തക്കനമിടയായി തീരും. And such churches will attract many people to them. പ്രിയപ്പെട്ടവരെ, ആ നിറവിന്റെ കാര്യം നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ ചിന്ത കടന്നു പോകുന്നത് രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്കാണ്. When we talk about that increase, that brings our attention to the book of Kings. 2 രാജാക്കന്മാർ 4 അധ്യായത്തിലേക്ക് കടന്നു വരാം. Let's come to 2 Kings and chapter 4. അവിടെ എലീശ പ്രവാചകന്റെ മുമ്പിൽ ഒരു പ്രവാചക ശിഷ്യന്റെ ഭാര്യ കടന്നു വരുന്നുണ്ട്. There is to the house of Elisha, there is a disciple that's coming there. അവിടെ ആ പ്രവാചക ശിഷ്യന്റെ ഭാര്യ കടന്നു വന്നിട്ട് പറയുന്ന വിഷയങ്ങളൊക്കെ നമുക്കറിയാം. We know what she was talking about there. അവിടെ പറയുന്നത് കടക്കാർ കടന്നു വന്ന് ഞങ്ങളെ വളരെ പ്രയാസപ്പെടുത്തുന്നു എന്നുള്ള വിഷയം പറയുന്നുണ്ട്. And there they say there are these people come and troubling them. എന്നിട്ട് എലീശ എന്താണ് ആ സ്ത്രീയോട് പറഞ്ഞത്? What did Elisha said to this woman? നിങ്ങൾ കുറെ പാത്രം എടുക്കുക, take few pots. നീയും കുഞ്ഞുങ്ങളും അകത്ത് കയറി കഥ അടയ്ക്കുക. You go inside and close the door. നിന്റെ കയ്യിലുള്ള എണ്ണ ഓരോ പാത്രങ്ങളിലും പകരുക. And whatever oil you have, you just give in each vessel. അവിടെ നാം വായിക്കുന്നത് അങ്ങനെയാണല്ലോ. That's what we read. അകത്ത് കയറി വാതിലടച്ചു പാത്രങ്ങളിലൊക്കെയും പകർന്നു, നിറഞ്ഞത് ഒരു ഭാഗത്തേക്ക് മാറ്റിവെക്കുക എന്ന് പറഞ്ഞു. Verse 4. Chapter 4 and verse 4 we read like this, that and when you have come in, you shall shut the door behind you, and your sons then pour it into all those vessels and set aside the full ones. ആറാമത്തെ വാക്യം കൂടെ നമുക്ക് വായിക്കാം. Verse 6 also. പാത്രങ്ങൾ നിറഞ്ഞ ശേഷം അവളുടെ അടുക്കൽ പാത്രങ്ങൾ വെച്ചു കൊടുക്കുകയും അവൾ പകരുകയും ചെയ്തു. And now it came to pass when the vessels were full that she said to her son, bring me another vessel. ഓരോ പാത്രങ്ങളും നിറഞ്ഞ ശേഷം മറ്റേ പാത്രത്തിലേക്ക് പകരുകയാണ്. After each vessels are full, then they are transferring to the other vessels. ഒരു നിറവിന്റെ അനുഭവത്തെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ഈ ഭാഗം നമുക്ക് ഓർക്കുണ്ടാക്കണം. When we talk about increase and filling, this portion of scripture gives an explanation. അവിടെ ഓരോ പാത്രത്തിലും ആ എണ്ണ പകരുകയാണ്, നിറയ്ക്കുകയാണ്. And she is pouring that oil to each of these vessels. ഓരോ പാത്രത്തിലും നിറഞ്ഞു കഴിയുമ്പോൾ അടുത്ത പാത്രത്തിലേക്ക് പകരുന്നു. And after each vessel is full, then it goes to the next one. പ്രിയ സഹോദരാ, ഇത് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യമാണ്. Dear brothers and sisters, this should happen in our life. സ്വർഗീയ ജ്ഞാനത്താൽ, സ്വർഗീയ വിവേകത്താൽ, സ്വർഗീയ ഇഷ്ടത്താൽ നാം നിറയുമ്പോൾ ഇത് മറ്റുള്ള സഹോദരങ്ങൾക്ക് പകരുവാൻ തക്കനമിടയായി തീരും. And now when we are filled by the experience of heavenly knowledge, and that can be shared and that can be poured to the next one. നാം സ്വർഗീയ ജ്ഞാനത്താൽ നിറയുമ്പോൾ നമ്മുടെ കൂട്ടു സഹോദരനെയും ആ നിലയിൽ നിറയ്ക്കുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതങ്ങൾ ഇടയായി തീരും. When we are increased in the knowledge of God, and our fellow brothers and sisters can be filled in that same way. പ്രിയപ്പെട്ടവരെ, നാം എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു വലിയ സത്യം, ഞാൻ അറിഞ്ഞോ അറിയാതെയോ എന്റെ ജീവിതം വേറെ സഹോദരനെ സ്വാധീനിക്കുന്നുണ്ട്. Whether it is by our knowledge or not, one should know that our life will influence another brother or sister. അതൊരു പക്ഷേ പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ ആയിരിക്കാം. Perhaps it will be a positive, in other words it will be negative. അത് നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം പോലെയാണ് ആയിരിക്കുന്നത്. It depends upon based on our life. പത്രോസിന്റെ ജീവിതത്തിൽ അത് അനുഭവിച്ച കാര്യമാണ്. In Peter's life he has experienced that. കർത്താവ് മരിച്ചു, അടക്കപ്പെട്ടു, സ്വർഗ്ഗാരോഹണം ചെയ്തു. The Lord died and been buried and he has ascended to heaven. പത്രോസ് വളരെ നിരാശനായി തീർന്നു. And Peter was very discouraged. അവരെല്ലാവരും കടൽക്കരയിൽ ഇരിക്കുകയാണ്. They were all sitting at the shore of the sea. പത്രോസിന് പെട്ടെന്നൊരു ചിന്താഗതി ഉണ്ടായി. And now Peter had this thought came to ഈ his കർത്താവിനെ വിശ്വസിച്ച് ഇറങ്ങി തിരിച്ചു. And he believed in this Lord and he set his journey. എന്നാൽ അവൻ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. Now he died and is buried and rose again. സ്വർഗ്ഗാരോഹണം ചെയ്തു പോവുകയും ചെയ്തു. And he ascended to heaven. ഇനിയും നമ്മുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് കഴിയും? How can our life go forward? പത്രോസ് അവിടെ പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു. And Peter said there, I'm going back to fishing. കൂടെയുള്ളവരും പറഞ്ഞു, ഞങ്ങളും വരുന്നു. And the others also said that I'm coming
with you. പ്രിയപ്പെട്ടവരെ, പത്രോസിന്റെ വാക്കുകൾ മറ്റുള്ളവരെ സ്വാധീനിക്കുവാൻ തക്കണമിടയായി. Dear ones, the words of Peter has influenced the other disciples. ആ രാത്രി മുഴുവൻ അവർ അധ്വാനിച്ചു, അവർക്കൊന്നും ലഭിച്ചില്ല എന്നുള്ള വസ്തുത വേറെ കാര്യം. That they toiled all night and they could not catch anyone, that is at another subject. നാം ഏതിനാൽ നിറയുന്നു എന്നുള്ളത് നാം ശ്രദ്ധിക്കേണ്ടതാണ്. We need to understand with what we are filled with. ആത്മീയമായ ജീവിത അനുഭവങ്ങൾ കൂടി നാം നിറഞ്ഞവരാണെങ്കിൽ നമ്മുടെ കൂട്ടു സഹോദരന്മാരെയും ആ നിലയിൽ നിറയ്ക്കുവാൻ തക്കണം, സ്വാധീനിക്കുവാൻ തക്കണം നമ്മുടെ ജീവിതങ്ങൾ ഇടയായിത്തീരും. If we are filled with the spiritual things in our life, then that will influence our brothers and sisters in that regard. അല്ല, പകയും വൈരാഗ്യവുമാണ് നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നുവെങ്കിൽ നാം മറ്റുള്ളവരെ കൂടെ നശിപ്പിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. Or if we are under the influence of hate and other things that will influence others in that same regard. പ്രിയപ്പെട്ടവരെ, ആയതുകൊണ്ട് വിശ്വാസികളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നാം ഏതിനാൽ നിറയുന്നു എന്നുള്ളത് വളരെ വ്യക്തമായി നാം ഓർത്തിരിക്കേണ്ടത്, ചിന്തിക്കേണ്ട വിഷയമാണ്. So, dear brothers and sisters, we need to remind and remember ourselves of what is the influence that we are and how we are filled with. നിറവിനെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു പോകാം. Concerning filling, let us come to the book of John's Gospel in chapter 2. അവിടെ കാനാവിലെ കല്യാണമാണ് വിഷയം. There the marriage at the Cana is the subject there. അവിടെയുള്ള ബാല്യക്കാരോട് കർത്താവ് പറഞ്ഞു, ആ കൽപാത്രങ്ങളിൽ വെള്ളം നിറപ്പീൻ. The Lord said to them that you fill water in those pots. അവിടെ നാം വായിക്കുന്നത് അവർ വക്കോളം വെള്ളം നിറച്ചു എന്നുള്ളതാണ്. And there we read that they filled it up to the brim. അവർ വക്കോളം നിറച്ചതുകൊണ്ട് എന്ത് സംഭവിച്ചു? ആ വെള്ളം വീഞ്ഞായി തീർന്നു. And because they obeyed to the Lord and filled the waters up to the brim of the pot, that had become wine. ആ ബാല്യക്കാരുടെ സമ്പൂർണ്ണ സമർപ്പണവും അനുസരണവും നമുക്ക് അവിടെ കാണാൻ കഴിയും. There we find the pure submission and the true obedience of these servants there. ആ കൽപാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ ദൗത്യമാണ്. To fill the water up to the brim of these pots are a task of great work. ഇന്നത്തെ പോലെ പൈപ്പ് തുറന്നാൽ വെള്ളം വരുന്ന കാലയളവല്ലായിരുന്നു അത്. These are not the days where they can open a tap and fill pots. ഒരു 40-50 വർഷങ്ങൾക്ക് മുമ്പ് കപ്പിയും കയറും ഉപയോഗിച്ച് കോരിയത് പോലെയും അല്ലായിരുന്നു അന്ന്. Not like even with the help of a pulley you can fetch water some years back. It is even not like that. കയറും പാളയും നേരെ കിണറ്റിലേക്ക് ഇറക്കി നേരെ വലിച്ചു പൊക്കുന്ന ഒരു കാലയളവായിരുന്നു അത്. And those are the times that they have to bring the bucket down and simply lift it up with the വെള്ളം കോരുന്നവർക്ക് വളരെ ക്ഷീണത ഉണ്ടാകുന്ന സമയം. And they will get tired of doing such work. ആ ബാല്യക്കാർക്ക് വേണമെങ്കിൽ ചിന്തിക്കാമായിരുന്നു, ഈ ഭവനത്തിൽ കുറഞ്ഞു പോയിരിക്കുന്ന വീഞ്ഞാണ്, പച്ചവെള്ളമല്ല, അതുകൊണ്ട് മുക്കാൽ പാത്രം നമുക്ക് നിറച്ചാൽ മതി എന്ന് ചിന്തിക്കാമായിരുന്നു. Perhaps they could also think that they could just fill the water up to the 3/4 of it rather than filling it. ആ ബാല്യക്കാർക്ക് ഒരിക്കലും അറിയത്തില്ലായിരുന്നു ആ വെള്ളം വീഞ്ഞാകാൻ പോകുന്നതാണെന്നുള്ള അവർക്ക് അറിയത്തില്ലായിരുന്നു. They never knew that this water is going to become the wine. പക്ഷേ കർത്താവ് ഒരു കാര്യം പറഞ്ഞു, ആ ബാല്യക്കാർ സമ്പൂർണ്ണമായിട്ടും അനുസരിച്ചു, സമ്പൂർണ്ണ സമർപ്പണത്തോടുകൂടി അത് ചെയ്തു. The Lord spoke to them and they listened with the full submission and has listened and obeyed to the Lord. ആ പാത്രങ്ങൾ നിറച്ചു എന്നല്ല അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, മറിച്ച് അവർ വക്കോളം നിറച്ചു എന്നുള്ളതാണ്. Not only that they filled it, but it says that they filled it up to the brim. പ്രിയപ്പെട്ടവരെ, ഒരു ക്രിസ്തീയ ജീവിത നിറവിന്റെ അനുഭവത്തിൽ വേണം നാം മുന്നോട്ട് പോകാനായി. Dear ones, our Christian life will be a life with a filling experience. ആ ബാല്യക്കാർ ആ വെള്ളം വക്കോളം നിറച്ചതുകൊണ്ട് സംഭവിച്ച അനന്തരഫലം എന്താണ്? What had happened after they filled up to the brim? അവിടെ കൂടി വന്ന അനേകർക്ക് വളരെ മേൽത്തരമായ വീഞ്ഞ് ലഭിക്കാനിടയായി. Many who had gathered in that feast, they got the best wine. ആ ഭവനത്തിലെ വലിയൊരു പ്രശ്നം അവിടെ പരിഹരിക്കാനിടയായി. One of the problems of that house was facing was resolved. പ്രിയ സഹോദരങ്ങളെ, വളരെ വ്യക്തമായി നാം അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുത, This is what we need to understand very clearly. നമ്മുടെ ക്രിസ്തീയ ജീവിത നിറവിന്റെ അനുഭവമാണെങ്കിൽ, If our Christian life is a life of filling experience, നാം മുഖാന്തരം അനേകർക്ക് ആസ്വാദികരമായിരിക്കും. because of us, that many will enjoy that. നാം നിമിത്തം അനേകർ ദൈവത്തെ സ്തുതിക്കുവാനിടയായി തീരും. Many will be able to praise God because of us. അനേകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് ഞാനും നീയും തീരും. I and you had become a resolution for many's problems. നിറവിന്റെ അനുഭവത്തിൽ നാം ജീവിക്കുവാൻ ഇടയായി തീരണം. May the Spirit of God help us that we may live a life of increase. ആയതുകൊണ്ട് വരും ദിവസങ്ങളിൽ ദൈവിക കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് സ്വർഗ്ഗത്തിലെ സകല ജ്ഞാനത്തിലെ വിവേകത്തിലെ സ്വർഗീയമായ ഇഷ്ടത്തിൽ നിറഞ്ഞു വരുവാൻ ദൈവം നമ്മെ ഒക്കെ സഹായിക്കുമാറാകട്ടെ. May the Spirit of God especially help us that we may increase in the knowledge of God in the coming days. രണ്ടാമായിട്ട് പൗലോസ് തന്റെ പ്രാർത്ഥനയിൽ ഉദ്ധരിക്കുന്നത് നിങ്ങൾ വളർന്നു വരണമെന്നുള്ളതാണ്. Secondly, it says that you need to grow. അതിന്റെ രണ്ടാമത്തെ ഭാഗം നമുക്ക് വായിക്കാം. Let us come to the second portion of it.
സകല പ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്നും. And there it says that with every good work and increase in the knowledge of God. ഒരു ക്രിസ്തീയ ജീവിതത്തിലെ വിശ്വാസിയുടെ ജീവിതത്തിലെ ആത്മീയമായ വളർച്ച ഉണ്ടാകേണ്ടതാണ്. A Christian living, we should have the growth. ഒരു കാലാനുക്രമമായിരിക്കുന്ന വളർച്ച, പുരോഗമനപരമായിരിക്കുന്ന വളർച്ച നമ്മിൽ എല്ലാവരിലും ഉണ്ടായിരിക്കണം. Every one of us as a child of God should have the growing spirit. വചനമെന്ന മായമില്ലാത്ത പാൽ കുടിച്ച് വളരുവാണ്ടക്കോണം പത്രോസ് ഉത്ബോധിപ്പിക്കുന്നുണ്ട്. And Peter is saying that we need to drink the milk and to grow. ആ വളർച്ച കൊലോസ്യ വിശ്വാസികൾ പൗലോസിനെ കാണാൻ കഴിഞ്ഞു. And the believers in Colossae, they were able to see this. അതുകൊണ്ടാണ് അവർക്ക് വേണ്ടി സ്തോത്രം ചെയ്യുവാണ്ടക്കണം പൗലോസിന് കഴിയുന്നത്. That is the reason why Paul is able to praise for them. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും അനുദിനം വളരുവാണ്ടക്കണം നാം ഇടയായി തീരണം. In our Christian journey, we also need to grow in our day-to-day life. നമ്മുടെ ജീവിതം പരിശോധിച്ചാൽ രക്ഷിക്കപ്പെട്ടിട്ട് അനേക വർഷങ്ങൾ കഴിഞ്ഞു. If you look back our life and we've been saved and many years passed by. നാം നമ്മുടെ വളർച്ചയുടെ തോത് പരിഗണിക്കുകയാണെങ്കിൽ നാം എല്ലാവരും മിക്കവാറും ലജ്ജിക്കേണ്ടതായിട്ട് വരും. If you look at the growth, how much we've grown, we'll be ashamed. ഇവിടെ വളരുന്നത് ഏത് നിലയിൽ വളരണമെന്ന് പൗലോസ് പറഞ്ഞിട്ടുണ്ട്. The word of God very clearly says is how we need to grow. സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ചും That we should be fruitful in every good work. ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ നാം വളരണം. And then we should have the increase in the knowledge of God. ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനം നമുക്ക് ഏവർക്കുമുണ്ട്. We all have the knowledge of God. എന്നാൽ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം വളരെ തുലമാണ്. But concerning to know Him as what He is, we have less experience. ജ്ഞാനവും പരിജ്ഞാനവും തമ്മിൽ വ്യത്യാസമുണ്ട്. The just wisdom and knowledge are different. ജ്ഞാനം എന്ന് പറയുന്നത് മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. This is something that we acquire from others. പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ പരിചയിച്ചുള്ള ജ്ഞാനമാണ്. But knowledge is something that we experience in our life. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ ദാവീദ് പറയുന്നത് യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവീൻ. And that is why the psalmist David says that taste and see that the Lord is good. ആ രുചിച്ചറിഞ്ഞ ഒരു വ്യക്തിക്ക് കർത്താവിനെ തള്ളിപ്പറയുവാൻ കഴിയില്ല. The one who has tasted and experienced that kind of a life cannot live a different life. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ കർത്താവ് നമുക്ക് കാണിച്ചു തന്ന പോംവഴികൾ അത് നാം അനുഭവിച്ചറിഞ്ഞവരാണ്. In the midst of toil and problems, all that the Lord has shown to us that we have experienced in our life. നമ്മുടെ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ, മാതാപിതാക്കളുള്ള ബന്ധത്തിൽ, നമ്മുടെ സാഹചര്യങ്ങളുടെ ബന്ധത്തിൽ നാം കരഞ്ഞു പ്രാർത്ഥിച്ചവരാണ്. Concerning our children and our parents, we have spent time in prayer, with the tears, and we prayed. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കർത്താവ് വളരെ വ്യക്തമായി നമുക്ക് തന്നു എന്നുള്ളത് നമുക്ക് ഓർക്കാൻ കഴിയും. And we can also find the Lord has answered our prayers. ആ നിലയിൽ അനേക പരിജ്ഞാനം പ്രാപിപ്പാണ്ടൊക്കെ നമ്മുടെ ജീവിതങ്ങളിൽ ഇടയായിട്ടുണ്ട്. And in many ways that we are able to understand that. ആ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ നാം അനുദിനം വളരുവാണ്ടൊക്കെ ഇടയായിത്തീരണം. We need to increase in that same knowledge of God. പ്രിയ സഹോദര സഹോദരി, ആ പരിജ്ഞാനം നമുക്കുണ്ടോ? Dear brothers and sisters, do you have that knowledge of God? ഇന്ന് പകൽക്കാലം ഞാൻ ചോദിക്കുവാണ്ടൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വിഷയം. This morning time I want to ask this question. അവസാനമായി എന്നാണ് കർത്താവിനോട് പ്രാർത്ഥിച്ച ഒരു കാര്യം ചോദിച്ച് മേടിക്കുവാണ്ടൊക്കെ ഇടയായിത്തീർന്നത്? When was the last day that you prayed to the Lord and had received it? പ്രിയപ്പെട്ടവരെ, ഏറ്റവും അവസാനമായി കരഞ്ഞു പ്രാർത്ഥിച്ചത് എന്നാണെന്ന് നമുക്ക് ഓർക്കുവാണ്ടൊക്കെ കഴിയുമോ? Can you remember the day that you shed tears and asked the Lord in prayer and had received? പ്രിയപ്പെട്ടവരെ, ആ നിലയിൽ പരിജ്ഞാനത്തെ വളരുവാണ്ടൊക്കെ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. Dear ones, in the days to come that we may grow in increase of the knowledge. നമ്മുടെ വളർച്ചയുടെ പാതയിൽ നാം ഫലം കായ്ക്കേണ്ടവരാണെന്നുള്ളത് കർത്താവ് നമ്മെ കുറിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. The Lord is expecting that we need to grow in that path of knowledge. ഫലം കായ്ക്കുന്ന വിഷയത്തിൽ നാം എത്രമാത്രം മുൻപന്തിയിലാണെന്നുള്ളത് നാം ചിന്തിക്കേണ്ടതാണ്. We also need to understand as being fruitful, how much we are being fruitful. ഫലം കായ്ക്കുന്നതോടൊപ്പം നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ ചിന്ത കടന്നു പോകുന്നത് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ. When it comes to fruits, bearing fruits, the thought gives us memory back to the book of John's Gospel chapter 15. വളരെ ചിരപരിചിതമായിരിക്കുന്ന വേദഭാഗമാണ്. And it's very familiar scripture portion. കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ മുന്തിരിവള്ളിയും കൊമ്പുമായ ഉപമ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. There he is talking about the branches and the vine branches there. അവിടെ ഫലത്തെക്കുറിച്ച് വളരെ വ്യക്തമായി കർത്താവ് വിവരിക്കുന്നു. And there the Lord is very clearly explaining about how to be fruitful. ദൈവം നമ്മെ ഭൂമിയിൽ ആക്കി വെച്ചിരിക്കുന്ന ഫലം കായ്ക്കുവാൻ വേണ്ടിയാണ്. The Lord has kept in this world so that we will bear fruit. കർത്താവ് ഈ ഭൂമിയിൽ ഫലം കായ്ക്കുന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ അനേക വട്ടം സംസാരിച്ചിട്ടുണ്ട്. The Lord has spoken to us in various times concerning being fruitful. നമുക്കറിയാം, വേദപുസ്തകം പഠിക്കുമ്പോൾ തോട്ടങ്ങളെ കുറിച്ച് നാം കാണുന്നുണ്ട്. When we study the word of God, there
are many of these plantations are being mentioned. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ ആദ്യമായിട്ട് ഏദൻ തോട്ടത്തെ കുറിച്ച് കാണുന്നുണ്ട്. We find the Garden of Eden in chapter 2 of Genesis. അത് മുതൽ അനേക തോട്ടങ്ങളെ കുറിച്ച് നാം വായിക്കുന്നു. And from there are many gardens are being mentioned. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൽ നാം തോട്ടത്തെ കുറിച്ച് കാണുന്നുണ്ട്. In the book of Revelation and chapter 21 we have an account there. നാം ശ്രദ്ധിക്കേണ്ട ഒരു വലിയ വിഷയം, What we need to be careful about. ഈ തോട്ടങ്ങളിൽ ഒരു തോട്ടവും പോലും കർത്താവ് പൂങ്കാവനമായി സൃഷ്ടിച്ചിട്ടില്ല. None of these gardens are ever been created just for the sake of flower alone. ഈ തോട്ടങ്ങളിലൊക്കെയും ഫലഭൂയിഷ്ടമായിരിക്കുന്ന വൃക്ഷങ്ങളെയാണ് കർത്താവ് കാണിച്ചത്. And all of these fruit trees they bear fruits. വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് 12 മാസവും 12 തരം ഫലം പുറപ്പെടുവിക്കുന്ന വൃക്ഷത്തെയാണ് അവിടെ In the രേഖപ്പെടുത്തിയിരിക്കുന്നത്. book of Revelation it says that in every 12 months there will be different trees that will produce fruit in each month. ഏദൻ തോട്ടത്തിലെ സകല വൃക്ഷങ്ങളും ഫലം പുറപ്പെടുവിക്കുന്നതായിരുന്നു. Every tree that is in the Garden of Eden was providing and was producing fruit. കർത്താവ് തോട്ടത്തെക്കുറിച്ച് പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെയും ഫലം പുറപ്പെടുവിക്കുന്ന വൃക്ഷത്തെയാണ് പറഞ്ഞിരിക്കുന്നത്. Every garden that the Lord is speaking about, they all produces the fruit. ക്രിസ്തീയ ജീവിതത്തിൽ ഫലം പുറപ്പെടുവിക്കുവാനാണ് കർത്താവ് നമ്മെ ആക്കി The വെച്ചിരിക്കുന്നത്. Lord has kept us in this Christendom to produce or be bearing fruits. നമുക്ക് യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് ഒന്ന് കടന്നു വരാം. Let's quickly come to the book of Rome, to the Gospel of John and chapter 15. അവിടെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിക്കേണ്ടതാണ്. 1 through 6 we have to read, but lack of time we are not reading that. അവിടെ അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്, എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും ഞാൻ നീക്കിക്കളയുന്നു. Verse 1 it says that which does not bear fruit I take stuff away. നമ്മെ ഈ ഭൂമിയിൽ ആക്കി വെച്ചിരിക്കുന്നത് ഫലം പുറപ്പെടുവിക്കാനാണ്. Every one of us are expected to bear fruit in this world. എന്നാൽ ദുഃഖകരമെന്ന് പറയട്ടെ, ഫലം കായ്ക്കാത്ത കൊമ്പുകളും ഈ കൊമ്പിലുണ്ട്. In the same branch we find there are branches that does not bear fruit. പ്രിയപ്പെട്ടവരെ, കർത്താവ് പറഞ്ഞത് എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു എന്നുള്ളതാണ്. And it says that every branch that does not bear fruit he takes away. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ കുറിച്ച് നാം ഒന്ന് പരിശോധിക്കാം. Let us look and let us examine our lives. ആത്മീയമായ ഫലം പുറപ്പെടുവിക്കുന്നതൊക്കെ നമുക്ക് കഴിയുന്നുണ്ടോ? Are we able to produce the spiritual fruit? ഗലാത്യയിലെ 5-24 വാക്യത്തിൽ നാം കാണുന്നുണ്ട് ആത്മാവിന്റെ ഫലം എന്താണെന്നുള്ളത്. What is the spirit of fruit? The fruit of the spirit we find in the book of Galatians അവിടെ chapter 5. ആത്മാവിന്റെ ഫലങ്ങളല്ല, It is not the fruits of the Holy Spirit. ആത്മാവിന്റെ ഫലം എന്നുള്ളതാണ് അവിടെ It രേഖപ്പെടുത്തിയിരിക്കുന്നത്. says the fruit of the Holy Spirit. എന്ന് പറഞ്ഞാൽ അവിടെ പറഞ്ഞിരിക്കുന്ന 9 കൂട്ടം കാര്യങ്ങളും ഒരു വിശ്വാസിയിൽ കാണപ്പെടേണ്ടതാണ്. All those 9 characteristics that are revealed there should be seen in a believer. എന്നിൽ ദീർഘക്ഷമയും വിശ്വാസവും ഉണ്ട്, പക്ഷെ സ്നേഹമില്ല എന്നൊരു വ്യക്തിക്ക് പറയുവാൻ കഴിയില്ല. I have the long suffering and I have the love, but I do not have love, we cannot say. ഒരു രക്ഷിക്കപ്പെട്ട വിശ്വാസിയുടെ ജീവിതത്തിൽ ആത്മാവിന്റെ ഫലമായിരിക്കുന്ന സ്നേഹം, സന്തോഷം, സമാധാനം പറയുന്ന ആ 9 കൂട്ടം കാര്യങ്ങൾ വെളിപ്പെടേണ്ടതാണ്. All those 9 matters or characteristics should be revealed in a child of God. അങ്ങനെ നാം ഫലം പുറപ്പെടുവിക്കേണ്ട ബാധ്യസ്ഥരാണ്. And we are expected to produce such a fruit. അതിൽ നിന്ന് നമുക്ക് ആർക്കും ഒഴിഞ്ഞു മാറുവാൻ ഇടയാകും. No one of us can be escaped from there. എന്നാൽ കർത്താവ് ഇവിടെ പറയുന്നത് വളരെ ദുഃഖത്തോട് പറയുകയാണ്, എന്നിൽ ഫലം കായ്ക്കാത്ത കൊമ്പുകളുമുണ്ട്. And it says the Lord with a great sorrow, he says that there are branches that do not bear fruit. അപ്പോൾ ഒന്നാമത് കായ്ക്കാത്ത കൊമ്പുകൾ. So there are branches that are not producing fruit. രണ്ടാമത്തെ കൊമ്പിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാം. Second branches we can look at them. കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. And that which bear fruit, that he prunes that it may bear more fruit. അപ്പോൾ കായ്ക്കാത്ത കൊമ്പുണ്ട്. So there are fruits, there are branches that will not bear fruit. അടുത്തതായിട്ട് കായ്ക്കുന്ന കൊമ്പുകളുണ്ട്. And there are branches that bear fruit. ഇനി 6-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. Let's come to verse 6. 5-ാമത്തെ വാക്യം, ഒരുത്തൻ എന്നിലും ഞാൻ അവനിൽ വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കുന്നു. I am in the vine, you are the branches. Who abides in me and I am in him bears much fruit. കായ്ക്കാത്ത കൊമ്പുണ്ട്, The branches that does not bear fruit കായ്ക്കുന്ന കൊമ്പുണ്ട്, and branches that bear fruit, കർത്താവിൽ വസിച്ച് വളരെ ഫലം കായ്ക്കുന്ന കൊമ്പുണ്ട്. and those who abides in the Lord and make much fruit. എന്റെ പ്രിയ സഹോദര സഹോദരി, ഈ 3 കൂട്ടത്തിൽ നാം എവിടെയാണ് നിൽക്കുന്നത്? Dear brothers and sisters, of the 3 groups that we have described here, which one belongs to you and me? ദൈവം നമ്മെ ഈ ഭൂമിയിൽ ആക്കി വെച്ചിരിക്കുന്നത് ഫലം കായ്ക്കുവാൻ വേണ്ടിയാണ്. The Lord has kept us in this world so that we will bear fruit. കഴിഞ്ഞ നാളുകളിൽ ഫലം കായ്ക്കുവാൻ നമ്മുടെ ജീവിതങ്ങളിൽ ഇടയായി തീർന്നിട്ടുണ്ടോ? During the last many years, are we able to bear fruit? അതോ കേവലം ഫലം കായ്ക്കുന്നവരായിട്ട് മാത്രമാണോ നാം ഇരിക്കുന്നത്? Or we are just barely bearing fruit? അല്ല പ്രിയപ്പെട്ടവരെ, കർത്താവിൽ
വസിച്ചതുകൊണ്ട് അധികം ഫലം കായ്ച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതങ്ങളിൽ ഇടയായി തീരണം. Or we are able to abide in him and to produce and bear much fruit. പ്രിയപ്പെട്ടവരെ, ആ നിലയിൽ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. May the Lord especially help us to do that. എന്നാൽ നമുക്ക് ആർക്കും സംഭവിക്കാൻ തക്കണം പാടില്ലാത്തൊരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കാൻ തക്കണം ആഗ്രഹിക്കുന്നു. And one thing I want to remind that none of us should go through that. യെശയ്യാപ്രവചനം 5-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം നമുക്കറിയാം. Isaiah chapter 1 and verse 5, we know that verse. അവിടെ ഒരു മുന്തിരിത്തോട്ടത്തെ കുറിച്ചാണ് പ്രവാചകൻ പറയുന്നത്. There also the prophet is talking about a vineyard. ആ വാക്യം നമുക്കൊന്ന് വായിക്കാം. We'll read that verse. ഞാൻ എൻ്റെ പ്രിയതമൻ അവൻ്റെ മുന്തിരിത്തോട്ടത്തെ കുറിച്ച് എൻ്റെ പ്രിയന്റെ പാട്ട് പാടും. എൻ്റെ പ്രിയതമന് ഏറ്റവും ഫലവത്തായ ഒരു കുന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. അവൻ അതിനെ വേലി കെട്ടി അതിലെ കല്ല് പെറുക്കി കളഞ്ഞു. അതിൽ നല്ല വക മുന്തിരിവള്ളി നട്ടു. നടുവിലൊരു ഗോപുരവും പണിതു. ഒരു ചക്കും ഇട്ടു. മുന്തിരിങ്ങ കായ്ക്കുമെന്ന് അവൻ കാത്തിരുന്നു. കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ അത്രേ. Isaiah chapter 5 and verse 1. Now let me sing to my well-beloved a song of my bell regarding his vineyard. My well-beloved has a vineyard on a very fruitful hill. He dug it and cleared out its stones and planted it with the choicest wine. He built the tower in its midst, and he also made a wine press in it. So he expected it to bring forth good grapes, but it brought forth wild grapes. ഇവിടെ ഇസ്രായേലിനെ കുറിച്ചാണ് അത് അലങ്കാര രൂപത്തിൽ യെശയ്യാവ് പറയുന്നത്. Prophet Isaiah is speaking about the children of Israel in a very metaphorical way here. ഒരു കുന്നിൻപുറത്ത് ഒരു മനോഹരമായ മുന്തിരിത്തോട്ടം നടുകയാണ്. On the top of the hill, a beautiful vineyard is being planted. വളരെ പ്രത്യേകത മുന്തിരിത്തോട്ടത്തിന് ഒന്നുണ്ട്. There is a speciality concerning this vineyard. ആ വളരെ ഫലവത്തായിരിക്കുന്ന കുന്നിന്മേലാണ് അവിടെ ഇരിക്കുന്നത്. It has been put on a very fruitful hill. എന്ന് പറഞ്ഞാൽ വളരെ ഫലം കൊടുക്കുവാൻ കഴിവുള്ള ആ മണ്ണാണ് ആ കുന്നിന്മേലുള്ളത്. This particular hill has the soil that can produce a lot of fruit. മാത്രമല്ല അവൻ അതിനെ വേര് കെട്ടി സൂക്ഷിച്ചു. And not only that, he has put towers around it and fence around it. വെളിയിൽ നിന്ന് വന്യമൃഗങ്ങൾ ആക്രമിച്ച് ആ മുന്തിരിവള്ളി നശിപ്പിച്ച് കളയാതിരിക്കണം വളരെ വ്യക്തമായിരിക്കുന്ന ഒരു വേര് കെട്ടി അതിനെ സൂക്ഷിക്കുവാൻ. And he put a very nice fence around it so that the animals will not come and destroy it. ആ തോട്ടത്തിലെ കല്ലുകളൊക്കെ പെറുക്കി കളഞ്ഞ് വളരെ മനോഹരമാക്കി തീർത്തു. And he dug up the stones and take it out, and the soil is prepared very good. മാത്രമല്ല വളരെ വളരെ നല്ല മേൽത്തരമായിരിക്കുന്ന മുന്തിരിവള്ളിയും അവിടെ നടുവാൻ ഇടയാക്കി. Not only that, he brought the best wine and planted it there. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെയും കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളാണ്. Dear ones, all these things are what the Lord had done for us. ഇനി നാം ചെയ്യേണ്ട കാര്യം എന്തായിരുന്നു? What should I have been doing? വളരെ ഫലഭൂയിഷ്ടമായിരിക്കുന്ന മുന്തിരിങ്ങ കായ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്തം. Our responsibility was to produce fruits because we are in a good place. മേൽത്തരമായ മുന്തിരി കായ്ക്കുവാൻ ആവശ്യമായിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളും ചുറ്റുപാടുകളും അതിന്റെ യജമാനൻ ആ തോട്ടത്തോടുള്ള ബന്ധം ചെയ്തിട്ടുണ്ട്. The vineyard planter had done everything so that this plant will produce much fruit. ആ തോട്ടക്കാരൻ അവിടെ നോക്കിയിരിക്കുകയാണ്, കാത്തിരിക്കുകയാണ് വളരെ മനോഹരമായിരിക്കുന്ന മുന്തിരിങ്ങ കായ്ക്കുമെന്ന്. And this man was now waiting there, hoping that good wine will come. എന്നാൽ നമുക്ക് വായിക്കുവാൻ കഴിയുന്നത് കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ അത്രേ. But we read that but it brought forth wild grapes. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കാൻ ഇടയാകരുത്. Brothers and sisters, this should never happen in our Christian life. കായ്ക്കാത്ത മുന്തിരിങ്ങ ഉണ്ടായിരിക്കാം. Perhaps there is the wine that will not bear fruit. കായ്ക്കുന്ന വള്ളിയുണ്ട്. There are branches that will bear fruit. കർത്താവിൽ വസിച്ച് വളരെ ഫലം കായ്ക്കുന്നുണ്ട്. There are branches that abides in the Lord and produces much fruit. എന്നാൽ കർത്താവിൽ നാം ഒരിക്കലും കർത്താവിൽ വസിക്കാതെ കാട്ടുമുന്തിരിങ്ങ കായ്ച്ച് ശാപകരമായ അനുഭവത്തിലേക്ക് പോകുവാൻ ഒരിക്കലും ഇടയാകരുത്. We should never be like this wild grapes that will not only is abiding in the Lord but produces wild grapes. വരും ദിവസങ്ങളിൽ കർത്താവിൽ വസിച്ച് വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഫലം പുറപ്പെടുവിക്കുവാൻ ദൈവം ഇടയാക്കുമാറാകട്ടെ. May the Lord especially help us that we may abide in Him and producing much fruit. വളരെ വളരെ ചുരുക്ക സമയം മാത്രമാണല്ലോ നമ്മുടെ മുമ്പിലുള്ളത്. Only very limited time is ahead of us. മൂന്നാമത് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത് ശക്തിയോടെ ബലപ്പെടണം എന്നുള്ളതാണ്. Then we find that we need to be strengthened. അവന്റെ മഹത്വത്തിന്റെ വല്ലഭത്തിന് ഒത്തവണ്ണം പൂർണ്ണ ശക്തിയോടെ നാം ബലപ്പെടണം. That we must be strengthened with all might according to His glorious power. പ്രിയപ്പെട്ടവരെ, സ്വർഗ്ഗം നമ്മെ ഈ ഭൂമിയിൽ ആക്കി വെച്ചിരിക്കുന്നത് തന്റെ മഹത്വത്തിന് തുല്യമായിട്ടാണ്. Dear ones, the Lord has kept us in this world to His glorious might. ആ മഹത്വത്തിന്റെ വല്ലഭത്വം മനസ്സിലാക്കി അതിനനുസരണമായി നാം ശക്തിയോടെ ബലപ്പെടുവാൻ ആവശ്യമുണ്ട്. We need to understand that power and to live and to show that forth. ഞാൻ അടുത്ത പോയിന്റിലേക്ക് വളരെ പെട്ടെന്ന് പോകാൻ ആഗ്രഹിക്കുന്നു. We'll
go to the next point very quickly. നാലാമായിട്ട് പൗലോസ് പറയുന്നത് നാം എപ്പോഴും സ്തോത്രം ചെയ്യുന്നവരായിരിക്കണം. Fourthly, he says that we should be praising God all the time. അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ നമ്മൾ അങ്ങനെയാണല്ലോ വായിക്കുന്നത്. That's what we read in verse 12. പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. Giving thanks to the Father who has qualified us to be partakers of this inheritance. നമ്മുടെ ജീവിതത്തിൽ നാം എപ്പോഴും കർത്താവിന് സ്തോത്രം ചെയ്യുന്നവരായിരിക്കണം. We should be in all the time giving thanks to the Lord. ആ 13-ാമത്തെ വാക്യത്തിൽ സ്തോത്രം ചെയ്യുവാനുള്ള 3-4 കാരണങ്ങൾ അവിടെ പൗലോസ് വിവരിച്ചിട്ടുണ്ട്. There Paul is reminding us in verse 12 there are 3 reasons. ഒന്നാമതായിട്ട് വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശം നമുക്ക് തന്നിട്ടുണ്ട്. First of all, he had given us the inheritance of the saints in the light. ആ അവകാശം പ്രാപിപ്പാൻ തക്കവണ്ണം സ്വർഗ്ഗത്തിലെ ദൈവം നമ്മെ പ്രാപ്തരാക്കി തീർത്തു. The Lord of heaven had made us possible and qualified us. എന്താണ് വെളിച്ചത്തിലുള്ള അവകാശം? എന്താണ് പ്രിയപ്പെട്ടവരെ? What is the inheritance in the light? നമുക്കറിയാം വെളിച്ചം എന്ന് പറയുന്നത് കർത്താവ് യേശുക്രിസ്തു തന്നെയാണ്. We know that the light is the Lord Jesus Christ himself. കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. When the Lord was on this world, he said that I am the light of this world. അപ്പം വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിലുള്ള അവകാശം എന്ന് നമുക്ക് ചിന്തിക്കാം. So when we think about the inheritance of the saints in light, it is the inheritance that we have in the Lord Jesus Christ. അവനിൽ നമുക്ക് സ്വർഗീയമായ അവകാശങ്ങൾ സ്വർഗ്ഗത്തിലെ ദൈവം തന്നിരിക്കുകയാണ്. And such was the inheritance God had given to us. അത് ലഭിച്ചത് നമ്മുടെ മിടുക്ക് കൊണ്ടല്ല. It has not been given to us because we are unable, നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യത കൊണ്ടല്ല, not because of our education, നമ്മുടെ കുടുംബ പാരമ്പര്യം കൊണ്ടല്ല, not because of the traditions and family. നമ്മുടേതായിരിക്കുന്ന ഏതെങ്കിലും കാര്യങ്ങൾ അതിന് നിദാനമായിരിക്കുന്നില്ല. None of our merits are qualified there. അവിടെ നാം വായിക്കുന്നത് നമ്മെ പ്രാപ്തരാക്കി എന്നുള്ളതാണ്. There we read that he made us qualified. പ്രിയപ്പെട്ടവരെ, നമുക്ക് അത് ആഗ്രഹിക്കുവാൻ കഴിയുകയില്ലായിരുന്നു. Dear ones, we could not even have thought about it. എന്നാൽ സ്വർഗ്ഗത്തിലെ ദൈവം തന്റെ പുത്രൻ മുഖാന്തരം നമ്മെ അതിന് പ്രാപ്തരാക്കി തീർത്തു. But the God of heaven through his son had made us qualified for that. ഇന്ന് ക്രിസ്തുവിൽ നാം അവകാശം പ്രാപിച്ചിരിക്കുകയാണ്. Today we are qualified because of him. നാം ഏത് നിലയിലായിരിക്കുന്നവരാണെങ്കിലും No matter what is our condition. സ്വർഗ്ഗത്തിൽ കർത്താവ് യേശുക്രിസ്തുവിനോട് നമുക്ക് അവകാശമുണ്ടെന്നുള്ള വസ്തുത നാം ഓർത്തിരിക്കേണ്ട വിഷയമാണ്. We should remind ourselves that we have an inheritance with the Father in heaven. അത് കർത്താവ് നമുക്ക് തന്നു എന്നുള്ളതല്ല, നമുക്കൊന്നും അഭിമാനിക്കാനില്ല. We have nothing to boast about it, only thing that the Lord had given to us. ഇത് ഓർക്കുമ്പോൾ നമ്മുടെ ഹൃദയം നന്ദി കൊണ്ട് നിറയേണ്ടതല്ലയോ? When we think about it, shouldn't we be thankful before him? ഇത് നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് സ്തോത്രം ഉയരേണ്ടതല്ലയോ? When we think about it, don't we need to praise him? പൗലോസ് പറയുന്നത് അത് ഓർത്ത് നിങ്ങൾ സ്തോത്രം ചെയ്യണമെന്നുള്ളതാണ്. Paul is saying that we need to remember and remind this and praise God. രണ്ടാമത്തെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് നമ്മെ വിടുവിച്ചു. Secondly, he had given us the deliverance from the darkness. ഇരുട്ടെന്ന് പറയുന്നത് ആരെയാണെന്ന് നമുക്കറിയാം. Darkness, we know who is darkness. ഇരുട്ടിന്റെ അധികാരി ആരാണെന്ന് നമുക്കറിയാം. We know who is the principalities of the power of the air. സാത്താൻ എന്നുള്ളതാണ് ഇരുട്ട്. Devil himself or the Satan himself is darkness. ആ സാത്താന്റെ അധികാരത്തിൽ നിന്ന് നമ്മെ വിടുവിച്ചു. From the power of darkness, God has separated us or given us the freedom. വിടുവിച്ചു എന്ന് പറയുമ്പോൾ ചുമ്മാ നമ്മളിങ്ങ് പോകുന്നു എന്നുള്ളതല്ല. Not that when he said delivered that we had just come out. നമുക്ക് 1 ശമൂവേൽ അതിന്റെ 17-ാം അധ്യായം 34-35 വായിക്കുമ്പോൾ അവിടെ ഒരു വിടുതലിന്റെ അനുഭവം കാണാൻ കഴിയുന്നുണ്ട്. First Samuel chapter 17 34 and 35 we know that there is a deliverance picture is being portrayed there. അവിടെ ശൗലിന്റെ മുമ്പാകെ ദാവീദ് കടന്നു വരുന്നു. There David is coming before Saul. ഫെലിസ്ത്യനായിരിക്കുന്ന ആ മല്ലനെ കൊല്ലുന്ന വിഷയം സംസാരിക്കുകയാണ്. They are talking about the topic of how to defeat this Goliath. ഗോലിയാത്തിനെ കൊല്ലുവാനൊക്കെ കർത്താവ് എന്നോട് നിൽക്കുന്നു എന്നുള്ള ഉറപ്പ് ദാവീദ് ശൗലിന് കൊടുക്കുന്നു. David is giving the assurance that God is with him in order to defeat Goliath. അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, ഞാൻ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ ഒരു കരടിയും പിന്നീട് സിംഹവും കടന്നു വന്നു ഒരാടിനെ പിടിച്ചുകൊണ്ടുപോയി. One time when he was shepherding his sheep, one time a lion and bear came and took one of the sheep. ദാവീദ് പറയും, ഞാൻ അവയെ പിന്തുടർന്ന് അതിന്റെ വായിൽ നിന്നും ആ ആട്ടിൻകുട്ടിയെ വിടുവിച്ചു എന്നുള്ളതാണ്. And he said that he went after the lion and took that sheep from the mouth of the lion. അതേ വാക്കാണ് നമുക്ക് വേണ്ടിയും ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. And it is the same word that has been given here as delivered. ആ സിംഹത്തിന്റെ വായിലിരിക്കുന്ന ആട്ടിൻകുട്ടിക്ക് ഒരു കാരണത്താലും രക്ഷപ്പെടുകയില്ല. A sheep that is in the mouth of a lion, there is no possibility that it can escape. അല്പസമയത്തിനുള്ളിൽ ആ സിംഹത്തിന്റെ ആഹാരമായിട്ട് ആ ആട്ടിൻകുട്ടി തീരും. Within no time this sheep would be the prey for the lion. വിടുതൽ എന്ന് പറയുന്നത് ആ ആട്ടിൻകുട്ടി
ഒരിക്കലും ചിന്തിക്കാൻ കഴിയത്തില്ല. This sheep can never imagine concerning deliverance. എന്നാൽ ദാവീദ് അത് ചെയ്തു. But David was able to do that. ദാവീദ് സിംഹത്തെ പിന്തുടർന്നു. And David was following this lion. ആ ആട്ടിൻകുട്ടിയെ സിംഹത്തിന്റെ വായിൽ നിന്ന് വിടുവിക്കുവാൻ തക്കമിടയായി. And he was able to pluck it out from the mouth of lion. പ്രിയപ്പെട്ടവരെ, അത് തന്നെയാണ് ഇവിടെ പൗലോസ് ഉദ്ധരിച്ചിരിക്കുന്നത്. That's the exact word that Paul is using here. ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് നമ്മെ വിടുവിച്ചു. That he had delivered us from the power of darkness. നമുക്ക് ഒരിക്കലും ഒരു വിടുതൽ പ്രതീക്ഷിക്കാൻ കഴിയത്തില്ലായിരുന്നു. Never we can imagine in our life this deliverance. ഇരുട്ടിന്റെ അധികാരത്തിൽ നാം എന്നേക്കുമേ അമർന്നു പോകേണ്ടവരാണ്. We should have been defeated by the power of the air in the darkness. നിത്യമായ ന്യായവിധിയിൽ എരിനരകത്തിൽ നിത്യത മുഴുവൻ നാം ചെലവഴിക്കേണ്ടവരാണ്. We were the ones who should have been spending our eternity in hell. നമ്മെ വിടുവിപ്പാൻ തക്കണം ആരുമില്ലായിരുന്നു. There was no one who could have come and deliver us. എന്നാൽ ഇവിടെ സ്വർഗ്ഗത്തിലെ ദൈവം തന്റെ പുത്രൻ മുഖാന്തരം ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് നമ്മെ വിടുവിച്ചു. But God of heaven through his beloved son had delivered us from the power of darkness. കേവലം വിടുവിച്ചു എന്ന് മാത്രമല്ല, Not only that, okay. സ്നേഹസ്വരൂപനായിരിക്കുന്ന പുത്രന്റെ രാജ്യത്തിൽ നമ്മെ ആക്കി വെച്ചു. Not only that he has simply delivered from the darkness, but he had given us the kingdom of the son. ഇതോർക്കുമ്പോൾ നാം സ്തോത്രം ചെയ്യുന്നവരായിരിക്കണം എന്നുള്ളതാണ് പൗലോസ് അവിടെ പറഞ്ഞിരിക്കുന്നത്. And when we remember this, we ought to be giving thanks to the Lord. പ്രിയപ്പെട്ടവരെ, നാം നിറയണം. Dear ones, we need to be filled. നാം വളരണം. We need to grow. നാം ബലപ്പെടണം. That we need to be strengthened. നാം സ്തോത്രം ചെയ്യുന്നവരായിരിക്കണം. And we need to be giving thanks to the Lord. ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് ഇതൊക്കെ അനുവർത്തിക്കേണ്ടതായിട്ടുണ്ട്. In our Christian journey, we need to practice this thing. ആ നിലയിൽ നമുക്ക് വളരേണ്ടതായിട്ടുണ്ട്. We need to grow in that regard. അനേകരെ കർത്താവിലേക്ക് ആ നിലയിൽ നമുക്ക് നേടുവാൻ തക്കണം കഴിയണം. We should be able to gain many for the Lord. അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്തീയ സാക്ഷ്യം ഈ ദേശത്ത് പുറത്തുവാൻ തക്കണം ഇടയാകണം. We should be able to keep a good testimony in this land. പൗലോസിന്റെ പ്രാർത്ഥനയോട് ചേർന്ന് നമുക്കും ആമേൻ പറയാൻ തക്കണം കഴിയണം. Along with the prayer of Paul, we should be able to say amen to it. വ്യക്തിപരമായി, കുടുംബമായിട്ട്, സഭയായിട്ട് ആ നിലയിലുള്ള ഒരു പുരോഗമനപരമായിരിക്കും വളർച്ച നമ്മുടെ ജീവിതങ്ങളിൽ കാണാൻ ഇടയാകണം. As individual, family, as an assembly, we should see such a progress in our Christian life. അതിനായി ദൈവം നമ്മെ ഒക്കെ സഹായിക്കുമാറാകട്ടെ. May the Spirit of God especially help us in the days to come.